വാട്സ്ആപ്പ് ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണ റോബ്ലോക്സിൽ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് മൾട്ടിപ്ലെയർ ആണ്. ബട്ട് ഇപ്പോൾ ടൈഗർ ബ്രോ ബിസിയിലാണ്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ ഗൈസ് ഈ ഗെയിമിൽ ഇതിനകത്ത് ഒരു ഡിയർ ഉണ്ട്. ആ ഡിയറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ 99 നൈറ്റ്സ് സർവൈവ് ചെയ്യണം. അതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ ഗോൾ. ഈ ഗെയിം ഞാൻ മുമ്പേ കളിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഗെയിമിൽ ഞാൻ ഇപ്പം 9 ദിവസമാണ് ഗൈസ് ആകെ സർവൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് മാക്സിമം ഒരു 10-20 ദിവസമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ ഗെയിമിൽ നമ്മൾ ഈ ഇതിനകത്തുള്ള ഡിയറിന് ക്യാമ്പ് ഫയർ ഭയങ്കര പേടിയാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ അല്ല, ക്യാമ്പ് ഫയർ അല്ല, വെട്ടം ഭയങ്കര പേടിയാണ്. അപ്പോൾ വെട്ടം പേടിയായതുകൊണ്ട് വെട്ടമുള്ള സ്ഥലത്തോട്ടൊന്നും ഈ ഡിയർ വരില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വെട്ടം ഈ രണ്ട് മരം ഒരുമിച്ച് വെട്ടാൻ പറ്റും നോക്കാം. പറ്റും ഗൈസ്. അപ്പൊ നമ്മൾ വെട്ടമുള്ള സ്ഥലത്തോട് ഡിയർ നമ്മളെ പിടിക്കാൻ പറ്റുമോ? ഡിയർ പിടിച്ച് നമ്മളെ തിന്നെ ഗൈസ്. അവിടെ നമ്മൾ ഡിയറിന്റെ അടുത്ത് നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവും. നമ്മൾ 99 നൈറ്റ്സ് സർവൈവ് ചെയ്യണം ഗൈസ്. അതായത് 99 നൈറ്റ്സ്, അതായത് 99 രാത്രികൾ നമ്മൾ സർവൈവ് ചെയ്യണം ഗൈസ്. നമുക്ക് ആദ്യമായി കുറച്ച് തീരെ കൊണ്ടിട്ടുള്ളൂ. നമ്മൾ മരം മുറിച്ച് ക്യാമ്പ് ഫയർ ഉണ്ടാക്കി നമ്മൾ ഇവിടെയൊക്കെ വെക്കും ഗൈസ്. ഇപ്പൊ കണ്ട ഈ ലെവല് കാണിച്ച്, ഈ ലെവല് ഫുള്ളാകുമ്പോൾ മാപ്പ് ഗ്രോ ആവും. അപ്പൊ മാപ്പ് ഗ്രോ ആയി. നമുക്കിനിയും ഫുഡ് അത്യാവശ്യം സെറ്റാക്കാം. ഫുഡ് ഇവിടെ കൊണ്ടുവിടാം. അപ്പൊ ഫുഡ് പൊരിച്ച് കിട്ടും. നമ്മൾ മുയലിനെ ഇതുപോലെ പിന്നെ അടിച്ചു കൊടുക്കും. അപ്പൊ ഗൈസ് ഇതൊന്നും കണ്ടുകൊണ്ട് ആരും റിയൽ ലൈഫിലൊന്നും ഇതൊന്നും ചെയ്ത് കളയില്. ഇതൊക്കെ ഗെയിമിലുള്ളതാണ് ഗൈസ്. ഈ മുയലിന് എന്താണ് ഗൈസ് അടിക്കാൻ പറ്റില്ല ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് വേറെ മുയലിനെ പേടിയാം. നൈറ്റ് അപ്രോച്ചിങ് ആവണുണ്ട് ഗൈസ്. ഗൈസ് ഈ മുയൽ ഇറച്ചിയൊന്നും തന്നില്ലല്ലോ. അതാ അവിടെ. ഓക്കെ ഗൈസ്, ഇപ്പൊ രാത്രിയാവും. രാത്രിയായി ഗൈസ്. നമുക്ക് കുറച്ച് ഫുഡ് തിന്നാം. ഓക്കെ, അത് സെറ്റായി. നമുക്ക് കുറച്ച് മരം നടാം ഗൈസ്. മരം നടാൻ ഇവിടെ ഞാൻ സാപ്ലിങ് കൊണ്ടുവിട്ടിരുന്നല്ലോ. സാപ്ലിങ് കത്തിപ്പോയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ ഇന്നത്തെ രാത്രി സീനില്ല. ഇന്നത്തെ രാത്രി ഡിയർ നമ്മളൊന്നും ചെയ്യൂല. ബട്ട് അടുത്ത രാത്രി തൊട്ട് ഡിയർ നമ്മളെ ചെയ്യും. ബിക്കോസ് ഇത് ആദ്യത്തെ ദിവസമാണ് ഡിയർ നമ്മളൊന്നും ചെയ്യൂല. കണ്ടാലും മോടെ ഉള്ളു ഗൈസ്. സാപ്ലിങ് കിട്ടി. നമുക്ക് അതിന്റെ അടുത്ത കൊല്ലം കൊണ്ട് കാണാം ഗൈസ്. ഡിയർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അത്യാവശ്യം മരമൊക്കെ മുറിച്ചെടുക്കണം ഗൈസ്. നമുക്ക് മാപ്പ് ഒന്നുകൂടെ വലുതാക്കാം. മാപ്പ് ഒന്നുകൂടെ വലുതായി. ഞാൻ ഡിയർ ഇവിടെ ഉണ്ടായി കാണിച്ചു തരാം. ഡിയർ ഒരു ഉണ്ട കണ്ണനാണ്. നിങ്ങൾ ഡിയർ ഇതിനു മുമ്പേ എഴുത്ത് 2 കാലിൽ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. 2 കാലിൽ ഇരിക്കുന്ന ഡിയറാണ് ഞാൻ കാണിച്ചു തരാം. മറ്റേ മൊയിലിനെ കിട്ടി ഗൈസ്. ഇപ്പൊ രാത്രിയാവും. ഇവിടെ പെൽറ്റ് ട്രേഡർ വന്നിട്ടുണ്ട്. നമ്മൾ പെൽറ്റ് ട്രേഡറിന്റെ കയ്യിൽ ഈ മുയലിന്റെ കാലിൽ നിന്ന് ഒരു മുയലിന്റെ കാല് കിട്ടുന്നത്. ആ കാല് നമ്മൾ അവന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ആ കാല് കൊടുക്കുമ്പോ അവൻ നമുക്ക് സംഭവങ്ങളൊക്കെ തരും. കോള് കിട്ടും. അതൊരു സൂപ്പർ സാധനമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അയ്യോ ഗൈസ്, പട്ടി സീനാണ് ഗൈസ്. പട്ടി നമ്മൾ ഓടിച്ചിട്ട് കടിച്ചോളൂ. എന്താ ഗൈസ്, പട്ടി ഇതാ പറഞ്ഞു. അയ്യോ, പട്ടി ഇങ്ങനത്തെ ലൈഫ് ഗൈസ്. ഇതിൽ ചത്ത പിന്നെ ബാൻഡേഡ് ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും.
പട്ടി എവിടെ നിന്ന് അടിക്കാൻ പറ്റും? ഇല്ല. എനിക്കെന്തോ ഫ്ലെയിമിങ് കൂട്ടാ കിട്ടി. പട്ടി ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണ്. നമ്മൾ ഊതി പിടിക്കണമെന്നാണ് ഗൈസ്. ഓ, നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം. ഓ, ഈ സൈഡിൽ കാണുന്ന ബാർ കണ്ട ഗൈസ്, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ പട്ടിയെ ടൈമാണ്. ഓ, പട്ടിക്ക് ഇനി ഇതൊക്കെ വേണം. ഇതൊക്കെ ഇനി എവിടെ കൊണ്ടുപോകണം. എന്തായാലും ഈ ചെസ്റ്റ് തുറന്ന് നോക്കാം, നല്ല വല്ലതും കിട്ടുന്നു. ഓ, ഒരു സ്പിയർ കിട്ടി ഗൈസ്. ഇത് നല്ല സീൻ സാധനമാണ്. ഇത് വെച്ച് അടിച്ചാൽ കുറച്ചുകൂടെ ഡാമേജ് കൂടുതൽ കിട്ടും. പട്ടിക്ക് ഇത് രണ്ടും കൊണ്ട് കൊടുത്താൽ പട്ടി ടൈം ആവും. പിന്നെ നമ്മള് അറ്റാക്ക് ചെയ്യണവരെയൊക്കെ പട്ടിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യാന്നാണ് തോന്നുന്നത്. അയ്യോ ഗൈസ്, ക്ലിച്ച് അടിച്ച്. ഗൈസ് ഇത് എന്തോ ഗൈസ് ചത്ത്. ഞാൻ റീസെറ്റ് ആയി നോക്കിട്ട് ഗൈസ്. എന്ത് കഷ്ടമാണ് ഗൈസ്, ഗെയിം ഗ്ലിച്ച് അടിച്ച് എന്നെ ഗ്ലിച്ച് ആയിക്കളെ. നമുക്ക് ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാം. നമ്മൾ ചെടിയൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. മരം പെട്ടെന്ന് തീർന്നു വേണം. ഇവിടെ ഒരു കോള് കിടക്കണം. കോൾ ഇപ്പൊ തന്നെ കൊണ്ടിട്ട് കൊടുക്കുക. കോള് 2 തീരെ സംഭവം പെട്ടെന്ന്. നമുക്ക് കുറച്ച് മുയലിനെയൊക്കെ കാട്ടിക്കൊള്ളാം. അമ്പോ പട്ടി. എന്റെ മോനെ പട്ടിയൊന്നു. അമ്പോ പട്ടിതായിപ്പോ എന്നെ അടിച്ചു കഴിഞ്ഞു. അമ്പോ ഞാൻ ഓടി തള്ളയാണ് കേസ്. പട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കടിച്ചു കളയും കേസ്. മുയലിന് ആ സീനില്ല. നമുക്ക് ഇതിനെ കൊണ്ട് ഇവിടെ ഇട്ടാ നമുക്ക് അരച്ച് പൊടിച്ചതുപോലെ ഇതാക്കാം. പിന്നെയും കുറച്ച് മുയലിനെയൊക്കെ തല്ലിക്കൊല്ലാം. ഓക്കെ, ആ മുയലിന്റെ കാല് കിട്ടി കഴിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അത് നമുക്ക് ഇവിടെ കൊണ്ട് ഇവിടെ ഇട്ടേ. നമുക്ക് നാളെ പെൽറ്റ് ട്രേഡർ വരുമ്പോ കൊടുക്കാം. ഡേ 2 പെൽറ്റ് ട്രേഡർ വരും. ഈ സാപ്ലിങ് കൊണ്ട് ഇവിടെ ഇങ്ങനെ ബേസിന് ചുറ്റും നട്ട് വെക്കാൻ കഴിച്ചു. അപ്പൊ രാത്രി ഡിയർ വരുമ്പം നമ്മളൊന്നും ചെയ്യില്ല. സാപ്ലിങ് അവിടെ കഴിച്ചു. ആ സാപ്ലിങ് ഇതവിടെ ഇത് വഴിയോ. ഓക്കെ, ഇവിടെ കേട്ടോ പ്ലാൻ. ആ ഇപ്പൊ ഇനി ഇവിടെ കൊണ്ട് കുറച്ച് മീറ്റിംഗ് കിട്ടി. ഇവിടെ ഉള്ള മരമൊക്കെ മുറിച്ചാണ്. ഇന്ന് രാത്രി ഡിയർ പോയി കഴിക്കുന്നു. പക്ഷെ നമ്മളൊന്നും ചെയ്യൂല, കാരണം ഇത് ഡേ 1 ആണ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഈ രാത്രി ആകുമ്പോ ഡേ 2 ആകുമ്പോ ഡിയർ നമ്മൾ ചെയ്യും. ഇന്ന് പിന്നെ ഡേ 1 ആയതുകൊണ്ട് സീനില്ല. ആ ഇവിടെ പ്ലാൻ ചെയ്യും. മാപ്പ് പിന്നെയും ഗ്രോ ആയി. നമുക്ക് ഇതൊക്കെ ഇവിടെ ഇട്ടേക്കും. നമുക്ക് ഇതാണ്ട കൈസ്, കണ്ട കൈസ്, ഇവനാണ് ഡിയർ. ഇപ്പൊ നമ്മളൊന്നും ചെയ്യൂല. അപ്പൊ ഇപ്പൊ ഓടിപ്പോയി, നമ്മളെ പേടിച്ച് ഓടിപ്പോയി കൈസ്.
ഇപ്പൊ അവൻ നമ്മളൊന്നും ചെയ്യില്ല, പക്ഷെ പിന്നെ അടുത്ത സെക്കൻഡ് രാത്രിയൊക്കെ ആകുമ്പോ അവൻ നമ്മളൊന്ന് കടിച്ചു പറിച്ച് തിന്നും. ഇപ്പൊ നമ്മൾ സേഫ് ആണ്, പക്ഷെ പിന്നെ സേഫ്. അപ്പൊ ഗൈസ് ഇതെന്താണ് ഗൈസ്? വോയിഡ് ഗൈസ്, ഗ്ലിച്ചല്ല ഗൈസ്, അത് ലോഡാവാൻ സമയം എടുത്താണ്. ചെസ്റ്റ് എന്താണ് ഗൈസ് ഓപ്പൺ ചെയ്യണം? ഇപ്പൊ ഓപ്പൺ ചെയ്യാം. നമുക്ക് ചെസ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. ലെവലൊക്കെ പകുതി. ഗ്യാസെല്ലാം ക്യാന് കിട്ടി ഗൈസ്. സ്റ്റോർ ആ സംഭവം സൂപ്പർ സാധനം. അത് നമുക്ക് പെട്ടെന്ന് ഇട്ട കൊറേ ഇത് തീ നിക്കും ഗൈസ്. മറ്റേ ഇതുപോലെയല്ല, വുഡ് പോലെയല്ല. ഇതിനകത്ത് വല്ലതും ഉണ്ട്. ഇതിനകത്ത് കോളും സൂപ്പർ സാധനം. അത് ഗ്യാസലിന്റെ അത്രയും പോകില്ലെങ്കിലും അതിനെക്കാട്ടിയും കുറച്ച് താഴെ, തടിയെക്കാട്ടിയും മുകൾ, അങ്ങനെയാണ് ഗൈസ്. ഇന്ന് മറ്റേ അവൻ വന്നാണ് പെൽറ്റ് ട്രേഡ്. അവന്റെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം. ഇത് കോളാണ്. വാ. അപ്പൊ നമുക്ക് ഫ്യൂവലിന്റെ കാര്യത്തിൽ നമ്മൾ അത്യാവശ്യം സെറ്റായി. ഇപ്പൊ തന്നെ തീ തീരാറായി. ഓക്കെ, മാപ്പ് പിന്നെയും ഗ്രോയി. നമുക്ക് തടി ഇവിടെ ഇട്ടേക്കാം. ബോൾട്ട് ആയിരുന്നു. ബോൾട്ടിങ്ങോ കറങ്ങാണ്. നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ തിന്നാൻ. ഇനി വിശക്കണം ഗൈസ്. വിശപ്പ് പിന്നെ മാറിയില്ല. ഇനിയിപ്പോ നമുക്ക് എവന്റെ അടുത്തത് ഈ സംഭവം കൊണ്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗുഡ് സാക്ക് വാങ്ങിക്കാം. ഗുഡ് സാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇതിൽ 5 എണ്ണേ കിട്ടുള്ളൂ, പക്ഷെ ഗുഡ് സാക്കിൽ 15 എണ്ണം കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്കിനി സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോകും. ബോൾട്ട് കിട്ടി. കുറുക്കനൊക്കെ താ നിൽക്കുന്നു ഗൈസ്. പിന്നെ ഇതിൽ നമുക്ക് കിഡിനെയൊക്കെ സേവ് ചെയ്യാനുണ്ട്. ഇതില് 4 കിഡ് ഉണ്ട് ഗൈസ്. 4 കിഡിനെ നമുക്ക് സേവ് ചെയ്താൽ എന്തോന്നോ കിട്ടും ഗൈസ്. 4 കിഡിനെ ഓരോ കിഡ് സേവ് ചെയ്യുമ്പോഴും നമുക്ക് ഒരു ദിവസം സർവൈവ് ചെയ്യുക, രണ്ട് ദിവസം സർവൈവ് ചെയ്യണൊക്കെ പോലെ ആവും ഗൈസ്. അപ്പൊ അങ്ങനെ ദിവസം കൂടും ഗൈസ്. ഇവിടെയാണ് ഒരു കിഡ് ഉള്ളത് ഉണ്ടാ ഗൈസ്. കുറെ കുറുക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അവന്മാരെ കൊല്ലാൻ ഭയങ്കര പാടാണ്. അവന്മാരിപ്പോ എന്നെ കണ്ടാ ഞാൻ ചത്ത്. അവന്മാര് കണ്ടില്ല എന്തോ ലക്കിന്. അവിടെയല്ലേ മറ്റേ സംഭവമുള്ള ഫ്ലൂട്ട് ഇങ്ങോട്ട് പോവാ. ഫ്ലൂട്ട് സ്റ്റോർ ചെയ്യണ്ട. സ്റ്റോർ ഫ്ലൂട്ട് ടേക്ക്. ഫ്ലൂട്ട് കഴിക്കും. ഇനി ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല വല്ലതും കിട്ടിയാലോ ഗൈസ്. വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. എന്തോ സീഡിന്റെ സംഭവം കിട്ടി. എന്തോ സീഡാണ് യവന്മാരെ നമുക്ക്. അയ്യോ, യവന്മാരിപ്പൊ എന്നെ അമ്മേ, ലൈഫ് ഇപ്പൊ തീരും. ലൈഫ് തീരാറായില്ലേ. ഇവിടെ നല്ല ലൂട്ട് ഉണ്ടായിരുന്നു ഗൈസ്. ഇതിനകത്ത് ഇന്ന് എടുക്കാല്ലോ. സൂപ്പർ സംഭവം. ആപ്പിളൊക്കെ കിട്ടി. ഇതൊന്ന് സ്റ്റോർ ചെയ്ത്. വേറെ കോള് കിട്ടി, സ്റ്റോർ ചെയ്ത്. പിന്നെ ആപ്പിൾ കിട്ടി, സ്റ്റോർ ചെയ്ത്. ആപ്പിൾ സ്റ്റോർ. റേഡിയോ കിട്ടി. കോയിൻ കിട്ടി. ഈ കോയിന്റെ സംഭവം എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അമ്പോ ഗൈസ്, രാത്രിയായി. ചത്ത് എന്റെ തീരെ സംഭവം ഇവിടെ. അയ്യോ ഗൈസ്, തീരെ സംഭവം ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ എന്തോ ക്രാഷ് ഒക്കെ ആയി കിടക്കണം. അമ്പോ ചത്ത്. ഡിയർ വന്നാ ഞാൻ ഇപ്പൊ മരിക്കും ഗൈസ്. എന്റെ തീരെ സംഭവം കണ്ടു കിട്ടി. അങ്ങോട്ട് നമ്മൾ ഓടണം ഗൈസ്. കണ്ടം വഴി ഓടുകയാണ്. വെള്ളവാരമൊക്കെ കേറി പറന്ന് ഓടുകയാണ് ഗൈസ്. ഓടിക്കോ രാമ, ഓടിക്കോ. ഇവിടെ നമുക്ക് സംഭവങ്ങളൊക്കെ കൊണ്ടിടാൻ ഗൈസ്. കുറെ സംഭവങ്ങൾ കിട്ടി. ആപ്പിളൊക്കെ തിന്നത്. ഈ സീഡൊക്കെ എന്തിനാണ് ഗൈസ്? പ്ലാന്റ് സീഡാ. എന്തൊക്കെ ഞാൻ പ്ലാൻ ചെയ്യണം. എന്തോ ചെറിയ എന്തോ ആണെന്ന് തോന്നുന്നു. അടുത്തതും പ്ലാൻ ചെയ്തെടുത്ത്. അടുത്തതും ചെറിയ കുറെ ഷീറ്റൊക്കെ ഉണ്ട് ഇവിടെ.
സീറ്റ് വാ. ചോറ് ഇതൊക്കെ ഇവിടെ ഇനിയും കുറച്ചുകൂടെ കഴിക്കാം. ഫുഡ് കുറച്ചുള്ളത് ഇതാണ് സ്റ്റൈൽ. നമ്മളുടെ ശരിയാണ് സ്റ്റൈൽ. അവിടെ നമ്മൾ കുറച്ച് സംഭവങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഓടി വന്ന അൺകവർ എന്തോ സസ്പീഷ്യസ് സംഭവം. അവിടെ എന്തോ ഒക്കെ കാണിക്കുന്നത്. ഇവിടോട്ടൊക്കെ എന്തോ കാണിച്ച് ഇങ്ങോട്ട് പോയാൽ എന്തോ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു വീടുണ്ട് ഗൈസ്. എനിക്ക് ഈ വീടിനകത്ത് കയറി നോക്കാം. ചിലപ്പോ വീട്ടിനകത്തായിരിക്കും വല്ല. ഓപ്പൺ ഡോർ. ഡോറ് ഇവിടെയൊക്കെ എന്തോ ഉണ്ട് ഗൈസ്. എന്തൊക്കെ കൊണ്ട് ഇട്ട് കൊടുത്ത് എന്തൊക്കെ കിട്ടും. പക്ഷെ എനിക്കൊന്നും ഇട്ട് കൊടുക്കാനില്ല. നമുക്ക് ഈ ഇവിടെ ഒക്കെ തണുപ്പടിച്ച് നമ്മൾ ചാവുന്നുണ്ട്. ഇതിന്റെ മുകളിൽ കയറി വെക്കാം. നല്ല വല്ലതും കിട്ടിയാലോ. നമുക്ക് പിന്നെ വുഡില്ല. വുഡ് മരം മുറിക്കണം. ഫ്ലാഷ് ലൈറ്റ് കിട്ടി. പിന്നെ ഡിയർ വന്നാലും അവന്റെ കണ്ണിട്ട് അടിച്ചു കൊടുക്കണം. നമുക്ക് അവിടെ കുറച്ച് ടെന്റ് ഒക്കെ കാണും. നമുക്ക് എന്തായാലും മരം മുറിക്കണം. മരമൊന്നുമില്ല ഗൈസ്. നിറയെ മരം മുറിക്കും. ദൂരെ നിന്നൊക്കെ പോയി മരം മുറിക്കുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ നമ്മളൊന്ന് ലൂട്ട് ചെയ്തിട്ട് പോയി. നമ്മൾ അങ്ങോട്ട് പോയില്ലല്ലോ. ഇവിടെ നിന്ന് കുറച്ച് മരവും മുറിക്കും. ഇപ്പൊ ഇവിടെ കുറുക്കന്മാരെ താവളമാണ് ഗൈസ്. കണ്ടാ നിങ്ങളെ സൈഡിൽ കണ്ട് കുറുക്കന്മാരില്ല. കുറുക്കന്മാരൊക്കെ ഇത്തിരി സീനാണ് ഗൈസ്. നമ്മളെ ഹെൽത്ത് പെട്ടെന്ന് അമ്മ കടിച്ചു കൊന്നത്. നമുക്ക് ഈ കുഞ്ഞു വീട്ടിനകത്ത് വല്ലതും ഉണ്ടോ? ഓപ്പൺ. ഒന്നുമില്ല ഗൈസ്. ചുമ്മാ ഇവിടെ എന്തോ ഗൈസ്. അയ്യോ, തവളെ നമ്മൾ അറ്റാക്ക് ചെയ്യായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കോളും കിട്ടും. ഇവിടെ ഒരു ഫാൻ ഇരിക്കുന്നു. ഇതിനെ കൊണ്ട് കത്തിക്കുക. അത് തെറ്റ്. ഇവിടെ എന്തോന്ന് ഗൈസ്. സുഖമേ 9 പട്ടി. യവന്മാരെ കൊണ്ട് തോറ്റല്ല ഗൈസ്. കഴിഞ്ഞ ഇതിലാണെങ്കിൽ സ്പിയർ കിട്ടി. നമ്മൾ നേരത്തെ കളിച്ചുകൊണ്ടിരുന്നത് സ്പിയർ അത്യാവശ്യം ഡാമേജ് കൊടുക്കുമായിരുന്നു. നമുക്ക് എവൻ കാണാതെ നൈസായിട്ട് കാണാതെ എന്ന് പറഞ്ഞ് ഏതോ ഒരു പട്ടിയുടെ വായിപ്പിക്കായിരുന്നു. എന്റെ മോനെ ഗൈസ്, തീരെ ലോകമൊന്നും കാണില്ല. തീ എവിടെ? ഇതിന്റെ അടുത്ത് എവിടെയായിരുന്നില്ലേ? എവിടെ ഒരു പാർക്ക്. നമുക്ക് പാർക്കിൽ പോയി നോക്കാം വല്ലതും ഉണ്ടാകും. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഞാൻ ഡെഡായി ഗൈസ്. തീ കാണാനില്ല. തീ കണ്ട് ഓടിക്കോ രാമ ഓടിക്കോ. നൈറ്റ് ഇപ്പാവും. ഇല്ല ഗൈസ്, പെട്ടെന്നൊന്നും ഞാൻ ചാവൂല. അത്യാവശ്യം ദൂരമുണ്ട്. ഗൈസ്, നമുക്ക് നാളെ തന്നെ ഫുഡ് കളക്ട് ചെയ്യാൻ പോണു. എന്റെ ഹങ്കർ ഞാൻ ഇപ്പൊ ചാവും. ഗൈസ്, ഇതാണ് മറ്റേ കിഡ് ഞാൻ പറഞ്ഞ. നമുക്ക് സേവ് ചെയ്യണം ഗൈസ്. അവിടെ എന്തോന്ന് ഗൈസ് ഇങ്ങനെ തിളങ്ങി കിടക്കും. അങ്ങോട്ട് പോയി നോക്കും. എവിടെ അൺകവർ ചെയ്യാൻ ഇതിനകത്ത് വല്ല കിട്ടാൻ എല്ലാം ഉണ്ട്. നിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവനേതോ മീൻ കൊണ്ട് കൊടുത്താൽ സെറ്റ് ആവാൻ. മീനൊന്നും ഇല്ലടേ. നമുക്ക് ഈ തവള വെട്ടി കൊന്നാലോ? തവളയിൽ ചിക്കൻ കിട്ടും നോക്കിയാല്. കിട്ടും. നമുക്ക് ഈ തവള ഇതുപോലെ ഫ്ലൂട്ട് വെച്ച് ആക്കിയിട്ട് നമുക്ക് വെട്ടിക്കൊല്ലാം. ഇതിനെ നമുക്ക് വെട്ടിക്കൊല്ലാം. ഇതാകുമ്പോ അവ അനങ്ങിയില്ല. എനിക്ക് ഡാമേജ് കിട്ടൂല. അങ്ങനെയുണ്ട് ഗൈസ് എന്റെ ഐഡിയ. സൂപ്പർ അല്ലേ?
ഇനി നമുക്ക് അവന്റെ ഇറച്ചി കൊണ്ടുപോയി പൊരിച്ചു തിന്നും. ഓടിയാ പെട്ടെന്ന് ഹങ്കർ ചെയ്യുന്നു. ഓടാതെ. ഓക്കെ, ഇപ്പൊ തന്നെ രാവിലെ ആവുന്നുണ്ട് ഗൈസ്. ഇതിൽ സൺഡേയിൽ ഉണ്ടാക്കാൻ പറ്റും. സൺഡേയിൽ ഉണ്ടാക്കി എപ്പോഴും രാവിലെ ആവുന്നത് അറിയാം. ക്രാഫ്റ്റ് ഐറ്റം. ഓ, അതിന് 5 വുഡ് വേണം ഗൈസ്. 5 വുഡ് കളക്ട് ചെയ്തുകൊണ്ട് വന്നാൽ എപ്പോ ആവുമെന്നറിയാം. ഐസ്, ആ സ്പിയർ നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കും. കിഡിനെ സേവ് ചെയ്യാൻ പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തോക്കെങ്കിലും വേണം. കാരണം ആ പട്ടികളല്ലാതെ ഒന്നും കൊല്ലാൻ പറ്റില്ല. സാപ്ലിങ് സ്റ്റോർ ചെയ്യണ്ട. ഇത് സ്റ്റോർ ചെയ്യാം. ഇതൊക്കെ സ്റ്റോർ ചെയ്യണം ഗൈസ്. നമുക്ക് തടി ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ 6 തടി. നമുക്ക് ഇവിടെ 5 എണ്ണം കൊണ്ടിടാം. 5 എണ്ണം ഇട്ട് ഇനി നമുക്ക് ക്രാഫ്റ്റ് വേണ്ടി അപ്ഗ്രേഡ് ചെയ്യാം. ഇനി അത് സൺഡേയിൽ ഉണ്ടാക്കാം. സൺഡേയിൽ ഉണ്ടാക്കി. സൺഡേയിൽ എൻ്റെ കയ്യിൽ. സൺഡേയില് ഇവിടെ ആയിട്ട് വെക്കാം. ഇനി 2 മിനിറ്റ് ഉണ്ട് ഗൈസ്. രാത്രിയാവും. നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ടോപ്പിൽ നോക്കി അറിയാൻ പറ്റും എപ്പോ രാവിലെയാവും എപ്പോ രാത്രിയാവും. ഇപ്പൊ രാവിലെയാണ്. നമുക്ക് കുറച്ച് മുയലിനെ തല്ലിക്കൊല്ലേണ്ട അത്യാവശ്യം. ഫുഡില്ല. ഇല്ലടാ, സ്പ്രിന്റ് ചെയ്യണോ? സ്പ്രിന്റ് ചെയ്യാല്ലേ അവന്മാരെ എപ്പോ കൊല്ലും. അവന്മാരെന്തോ ചാട്ടമാണ് വിശാറിന്. ഓക്കെ, പിന്നെ മണ്ണി ഫുഡ് കിട്ടി. കാരണം ഇനി മണ്ണി ഫുഡ് എടുത്തിട്ട് കാര്യമില്ല. ഇതൊക്കെ നമുക്ക് തിന്നും. ബെറിയൊക്കെ പറിച്ച് തിന്നും. ബെറി പറിച്ച് തിന്നെന്നും പറഞ്ഞൊന്നും കിട്ടിയൊന്നുമില്ല. തിന്ന് ഇവിടെ റേഡി കിടക്കണം. അതും സ്റ്റോർ ചെയ്യാം. ഇവിടെ ഒരു പിന്നെ ഒരു പോള് കിട്ടി. പിന്നെ ഇവിടെ ഞാൻ ഒരു ചെസ്റ്റ് കണ്ടു. ഇതിന്റെ മുകളിൽ കണ്ട ഗൈസ്. അപ്പോ ഗൈസ്, നിങ്ങൾ മോളെ ഒന്നും ആരെന്ന് കണ്ടോ? എന്റെ മോനെ ഓടറോ ഗൈസ്. ഞാൻ ചത്ത് ഇപ്പൊ ചാവും. അവന്റെ 1 കടി 2 കടിയും കൂടെ കിട്ടിയില്ല ഗൈസ്. അതാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ഫൂൾ. അവൻ അവിടെ തന്നെ കൊണ്ട് നിർത്തി ആ ചെസ്റ്റ് തുറക്കായിരിക്കും. നമുക്ക് ഇതുവഴി നൈസായിട്ട് കറങ്ങിപ്പോയാലോ? അവ അവിടെ തന്നെ നിൽക്കും. നേരത്തെ ഇതുപോലെ കറങ്ങിപ്പോയപ്പോഴാണ് ഒരു പട്ടിയുടെ അടുത്ത് നിന്ന് കയറി. ഇവിടെ അതാ 2 പട്ടി. താഴെ പട്ടി നിക്കണ്. നൈറ്റ് ഇപ്പൊ ബാൻഡേഡ് കിട്ടി ഗൈസ്. അയ്യോ, ബാൻഡേഡ് അവിടെ ഇരിക്കുന്നു. ബാൻഡേഡ് ഞാൻ എടുത്തില്ല, സ്റ്റോർ ചെയ്തില്ല. വലിച്ച്. അയ്യോ ഗൈസ്, ബാൻഡേഡ് എടുക്കേണ്ടായിരുന്നു. പെട്ടെന്ന് നൈറ്റ് ആവുമെന്ന് പറഞ്ഞ് ഞാൻ ഓടി. നൈറ്റ് കൊണ്ടുവന്ന സാധനം കൂടെ കൊണ്ടിടാം. യവന്മാരിന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും ഗൈസ്. ഇന്ന് നമ്മൾ ചത്തെന്നാണ് തോന്നുന്നത്. കൊണ്ടുവന്ന ഫുഡൊക്കെ ഞാൻ തന്നെ എടുത്തു. ഇതിന്റെ മുകളിൽ കയറി നിൽക്കും. കണ്ട ഗൈസ്, ഡിയർ വന്നു. ഗൈസ്, അവന്മാര് വന്നു ഗൈസ്. ഞാൻ ചത്ത്. ഞാൻ ഇപ്പൊ ചാവും. അവന്മാര് 2 പേരുണ്ട് ഗൈസ്. ഞാൻ എങ്ങനെ കൊല്ലും? അല്ലേ നമുക്ക് ഇവിടെ എത്തി അവന്മാരെ വട്ടം കറക്കാം ഗൈസ്. അവന്മാര് രാവിലെ ആകുമ്പോ താനെ ചാവുമെന്നാണ് എൻ്റെ ഒരു ഗസ്. ഗൈസ്, അവന്മാരെ കൊല്ലാൻ അത്യാവശ്യം പാടില്ല. നമുക്ക് ഈ മരത്തിന്റെ ഇടയിൽ കുടുക്കി കൊന്നാലോ? അവന്മാർ ഇതിന്റെ ഇടയിൽ കുടുങ്ങുമെന്ന് നോക്കാം. ഇല്ല ഗൈസ്, അവന്മാർ അതിന്റെ ഇടയിൽ കൂടെ കയറി. അവന്മാർക്ക് ബുദ്ധിയുണ്ട് ഗൈസ്. ചാവട. അയ്യോ, ഞാൻ ഇപ്പൊ ചാവും. എന്റെ പൊന്നു ഗൈസ്, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്റെ ലൈഫും തീരാറ്. മിക്കവാറും രാവിലെ ആവണ വരെ ഞാൻ ഇങ്ങനെ നിൽക്കേണ്ടി വരും.
Some cultists are still alive there. അയ്യോ ഗൈസ്, മഴ തുടങ്ങി. ഇനിയിപ്പോ തീ പെട്ടെന്ന് അണയാൻ തുടങ്ങും. നമുക്ക് പെട്ടെന്ന് വുഡ് കളക്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ, പെട്ടെന്ന് പോകണം ഗൈസ്. ഇവിടെ ഒരു ബോസ് ഉണ്ട്, ഒരു ബോസ് തവള. അവന്മാര് ബാക്കിൽ നിന്ന് പറഞ്ഞ അതാ പറഞ്ഞു. പെട്ടെന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാം. അയ്യോ സ്റ്റോർ ചെയ്യണം. ഒന്ന് സ്റ്റോർ അമ്മാരോടെ അമ്മാരൊന്നും ചാവില്ല. ഓ മഴ തീരാതെ ഇത് വരും. അമ്മാരിങ്ങനെ എന്നെ കൊല്ലാൻ പറ്റും. ഞാൻ എന്റെ ലൈഫിന് എന്ന് കയറാനാണോ? അയ്യോ ഗൈസ്, ലൈഫ് കുറച്ച് കയറണവരെ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടാം. അപ്പൊ അവന്മാർ ലൈഫ് കുറയുമായിരിക്കും. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യണം. നൈസ് കിട്ടുന്നൊരു മണിലങ്ങളൊക്കെ നല്ല അവിടെ ഓടാം. എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ പെട്ടെന്ന് ആരാണെ കൊല്ലാൻ പറ്റുന്നില്ല. ഇവന്മാരെ ലൈഫും കുറയണല്ലോ. ഇവന്മാരെ എന്ന് കൈസ് കൊല്ലാൻ? മിക്കവാറും ഞാൻ ഇവന്മാരെ കൊല്ലാൻ വേണ്ടി തന്നെ ഇന്ന് നിൽക്കും മൊത്തം. ഇവന്മാരെ ഫ്ലാഷ് ലൈറ്റ് അടിക്കാൻ ഇല്ല. ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ഇവന്മാര് ഈ കാര്യമൊന്നും. ലൈഫ് കുറച്ചുകൂടെ. ഞാൻ ഇപ്പൊ ചത്തേനെ. ചുമ്മാ കിടന്നങ്ങ് ഓടയാണ്. മരത്തിൽ എങ്ങനെയും കൊല്ലാൻ പറ്റിയെങ്കിൽ കുറച്ചുകൂടെ ലൈഫായി. മരുന്നൊന്നും ചാവണ ലക്ഷണമില്ല ഗൈസ്. നിങ്ങൾ വല്ല വഴിയുണ്ടെങ്കിൽ പറ ഗൈസ്. എനിക്ക് ഇനി കൂടുതൽ ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമെന്നൊന്നുമില്ല. മിക്കവാറും ഡേ 5 അത്ര തന്നെ. ലൈഫ് കുറച്ചുകൂടെ. ഒരു ഹിറ്റും കൂടെ ആയ ഒരുത്തൻ ചാവും. ഇനി വേറെ ഒരുത്തനെയും കൂടെ മാനേജ് ചെയ്താൽ. പക്ഷെ ഇപ്പൊ പോയി ഹിറ്റ് കൊടുക്കുന്ന റിസ്ക് ആണ് ഗൈസ്. റിസ്ക് എടുത്താൽ നമ്മൾ ചാവും. ഒന്നാതെ ഹങ്കർ തീരാറായാണ്. അതിനിടയ്ക്കൂടെ വേറൊരു നോട്ട്. ഒരുത്തൻ ചത്തേ, മറ്റവനും ചത്ത്. ലെറ്റ്സ് ഗോ. ഇവനെ കൊണ്ട് ഇതിനകത്ത് റൗൾ ഹാസ് വോക്കൺ അപ്പ്. റൗൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ടിട്ട മറ്റേ ഈ സംഭവമായിട്ട് കിട്ടും. റൈഫിളാണ് ഇവിടെ കിടന്നു. ഈ രാവിലെ ആവണവരെ ഇവിടെ നിൽക്കണം ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ആവണം. നമുക്ക് വേറെ വല്ലതും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ബെഡും കൂടെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യും. ബെഡ് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ദിവസം സർവൈവ് ചെയ്യുന്നതിന് വരും 2 ദിവസം സർവൈവ് ചെയ്യാൻ പറ്റും. ഫ്രീസറൊക്കെ എങ്ങനെ ഒരു ഷെൽഫ് വെച്ചാലേ. പക്ഷെ അതിനുള്ള ഇതൊന്നുമില്ല. ഇപ്പൊ രാവിലെ 13 സെക്കൻഡ്. ക്യാമ്പ് ഫയർ ഈസ് ഓൾമോസ്റ്റ് ഔട്ട്. ചത്തി മിക്കവാറും ഇപ്പൊ ഡിയർ വരും. ചത്തി. രാവിലെ ആയതുകൊണ്ട് രസം. ഇവിടെ കൊണ്ടിട്. ഒന്നും ആയില്ല ഗൈസ്. ഓടിപ്പോ പെട്ടെന്ന്. ഞാൻ ഉള്ളതുകൊണ്ടാണ്
ഞാൻ ഒറ്റയ്ക്കാണ് 7 ദിവസം ഇപ്പൊ സർവൈവ് ചെയ്തത്, ഒരുത്തം പോലും ഇല്ലാതെ. നമുക്ക് പെട്ടെന്ന് കൊണ്ട് ഇട്ട് കൊടുക്കാൻ കഴിച്ചു. ആ ഒരു മരം മുറിച്ചോണ്ട് പറഞ്ഞതിനിടയ്ക്ക് വെച്ച് എല്ലാം കാണുന്നു. ഫയർ ഹാസ് ഗോൺ ഔട്ട്, യു ആർ നോ ലോങ്ങർ സേഫ്. സംഭവം പെട്ടെന്ന് എടു സ്റ്റോറി ചെയ്യടാ പെട്ടെന്ന്. അപ്പോ ഗൈസ് ഞാൻ ചത്ത്. മിക്കവാറും ഇപ്പൊ ചാവും. ഇപ്പൊ മോർണിംഗ് ആയതുകൊണ്ടാണ് മറ്റേ ഡിയർ പോയത്, ഇല്ലേ ഇപ്പൊ കാണാൻ. പെട്ടെന്ന് നേരത്തെ കുറച്ച് ഫുഡ് കളക്ട് ചെയ്താൽ കഴിക്കേണ്ടിയിരുന്നു. യു ആർ ഹംഗ്രി എന്ന് അതിൽ കൂടെ അത് ഫുഡ് പെട്ടെന്ന് ഇതും കൊണ്ടിട്ടിട്ട് ഫുഡ് കളക്ട് ചെയ്യാൻ പോകണം പെട്ടെന്ന്. ഇല്ല ഗൈസ് ഞാൻ ഇപ്പൊ നമ്മൾ ഈ മരം വെട്ടിയ ഫയർ പിന്നെയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ തിന്നാനും ഒന്നുമില്ല. ഈ മരം തൽക്കാലം വെട്ടാം ഗൈസ്. ഞാൻ ഇപ്പൊ മിക്കവാറും ഇപ്പൊ ചാവും. ഫയർ തോന്നുന്നു. ഞാൻ ഒരു മരം വെട്ടുന്നതിന് മുമ്പേ ഫയർ തീരും. ഞാൻ എന്തോന്ന് ചെയ്യാനുണ്ട്. ഡിയർ വരുമ്പോ മറ്റേ ലൈറ്റ് ആയിട്ട് അടിച്ച് കാണിച്ചോളൂ. ഫുഡിന്റെ ലെവലും തീരാതെ. ക്യാമ്പ് ഫയർ ഈസ് ഓൾമോസ്റ്റ് ഔട്ട്. മിക്കവാറും ഇപ്പൊ തീരും. ഗൈസ് ഞാൻ ഇന്ന് ചത്ത്. യു ആർ ഹംഗ്രിയൊക്കെ പിന്നെ നോക്കാം. പെട്ടെന്ന് മരം വെട്ടിയിടുന്നു. ടോർച്ചില് ബാറ്ററിയിലെ മറ്റേ സംഭവം വല്ലതും ഉണ്ടാകുന്നു ഗൈസ്. എങ്കിൽ ചത്ത് പിന്നെയും ചത്ത്. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഗൈസ്. ഞാൻ എന്തോ നീ എല്ലാം പെട്ടെന്ന് തിന്നെ. ഗൈസ് ഞാൻ ഇപ്പൊ ഡിയർ ഇപ്പൊ വരും ഗൈസ്. അയ്യോ ചാർജ് ചത്തെന്ന് പറഞ്ഞ ചത്ത്. അപ്പോ ഗൈസ് ചത്ത് ഡെഡ് ഓടാ. അപ്പോ ഗൈസ് ഡിയർ ഉണ്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിന്ന് കുറച്ച് ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ഗെയിം പ്ലേയിൽ ടൈഗർ ബ്രോയും കൊണ്ട് കുറച്ചുകൂടെ സർവൈവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.